നമസ്കാരം. നാടിൻ്റെ സ്പന്ദനങ്ങൾ തേടി നാട്ടിലൂടെയുള്ള സഞ്ചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചേതോഹരമായ ആലപ്പുഴയുടെ സമകാലിക സൗന്ദര്യ കവാടമാണ് രവി കരുണാകരൻ മ്യൂസിയം. സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന മ്യൂസിയം അപൂർവതകളാൽ സമ്പന്നമാണ്. മാത്രവുമല്ല, നിത്യഹരിത സ്നേഹത്തിൻ്റെ സ്മാരകം കൂടിയാണ്. അതിനെക്കുറിച്ച് പറയുകയാണ് നാട്ടിലൂടെയിൽ. കിഴക്കിന്റെ വെന്നീസാണിത്. പ്രകൃതി സ്വന്തം നിറക്കൂട്ടിൽ വരച്ച മനോഹര ചിത്രം പോലെ കേരളത്തിന്റെ നനുത്ത സാന്നിധ്യമായി തീരുകയാണ് ആലപ്പുഴ. ജലാശയങ്ങളും ജലയാനങ്ങളും പച്ചത്തുരുത്തുകളും സ്വർണവർണ്ണമണിഞ്ഞ നെൽപ്പാടങ്ങളും എല്ലാം നയന വിരുന്നൊരുക്കുന്ന ദൃശ്യഭംഗികൾ. അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ ഇഷ്ട ഇടങ്ങളിലൊന്നാണ് ഈ കയറിന്റെ നാട്. അങ്ങനെ കയറിന്റെ ഈറ്റിലമായ ആലപ്പുഴയെ സഞ്ചാരികളുടെ പറുദീസയാക്കുന്നുണ്ടെങ്കിൽ കാലത്തിന്റെ കഥ പറയുന്ന ഒരു മ്യൂസിയം കൂടി ഇവിടെ ശ്രദ്ധേയമാണ്. ആധുനിക മുഖപ്പോടെ പരമ്പരാഗതവും രാജ്യാന്തരവുമായ സബ്ജകൾ പേറി നിൽക്കുന്ന രവി കരുണാകരൻ മ്യൂസിയം. ലോകത്തിൽ, ഭാരതത്തിൽ സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ നിത്യസ്മാരകങ്ങളായി നിരവധി ചരിത്ര സാക്ഷ്യങ്ങളുണ്ട്. തിമൂർ പള്ളിയും താജ്മഹലുമൊക്കെ മറക്കാത്ത, ഒളിമങ്ങാത്ത സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായി ഇന്നും ജീവിക്കുന്ന സ്മാരകങ്ങളാണ് എന്ന് പറയാം. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ അത്തരത്തിൽ മനോഹരമായ ഒരു മ്യൂസിയമുണ്ട്. മറക്കാത്ത സ്നേഹത്തിൻ്റെ സുവർണ സമ്മാനങ്ങൾ തൻ്റെ പ്രിയതമയ്ക്ക് സമ്മാനിച്ച ഒരു മഹത് വ്യക്തിയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട വർണ്ണാഭമായ അപൂർവങ്ങളായ ചിത്രങ്ങളും ശില്പങ്ങളും ഉൾക്കൊള്ളുന്ന ആ മ്യൂസിയത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. രവി കരുണാകരൻ മ്യൂസിയം. ആ മ്യൂസിയത്തിലെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് കടന്നുചെല്ലുന്നത്. കേരളത്തിൽ കയർ ഉൽപാദന രംഗത്ത് ആധുനിക മുഖവും രാജ്യാന്തര അംഗീകാരവും നേടിക്കൊടുത്ത രവി കരുണാകരൻ എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന മ്യൂസിയമാണിത്. രവി കരുണാകരന്റെ പ്രതിമയെ വലം വെച്ച് കടക്കുമ്പോൾ ഓരോ കാലത്തെയും അനുഭവങ്ങളുടെയും വിവിധ രാജ്യങ്ങളുടെയും ഓർമ്മിപ്പിക്കുന്ന വിവിധവും അമൂല്യവുമായ വസ്തുക്കൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. രവി കരുണാകരന്റെ പ്രിയപത്നി സുഭദ്ര രവി എന്ന ബെറ്റി സംഭരിച്ചതും ശേഖരിച്ചതുമായ 3 തലമുറയുടെ അപൂർവ വസ്തുക്കളാണ് നഗരഹൃദയത്തിലെ ഈ വിശാലതയിൽ ഒരുക്കിയിരിക്കുന്നത്. 2800 സ്ക്വയർ ഫീറ്റിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മ്യൂസിയം 2 നിലകളിലായാണ്. പ്രതിദിനം 100 കണക്കിന് സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികൾ ഈ അപൂർവ മ്യൂസിയം കാണുവാൻ ഇവിടെ എത്തുന്നു. കേരളത്തിന്റെ പാരമ്പര്യ തനിമയുടെയും വൈദേശിക കൗതുക വസ്തുക്കളുടെയും തികവാർന്ന ഒരു സങ്കലനമാണ് ഈ മ്യൂസിയം. ഒറ്റക്കാഴ്ചയിൽ ആരെയും അതിശയിപ്പിക്കുന്ന അപൂർവ വസ്തുക്കളുടെ മഹനീയ ശേഖരം. മ്യൂസിയത്തിന്റെ കാഴ്ചകൾ തൽക്കാലം മുറിച്ചുകൊണ്ട് ഈ അപൂർവ ശേഖരത്തിന്റെ പിന്നിലെ കഥ കൂടി അറിയാൻ നാം പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. മ്യൂസിയത്തിന് ഒരു വെളിപ്പാടകലെയുള്ള രവി കരുണാകരന്റെ തറവാട്ട് വീട്ടിലേക്ക്. ഇവിടെ
ബെറ്റി എന്ന രവി കരുണാകരന്റെ ഭാര്യ സുഭദ്ര തന്റെ ഇഷ്ടവിനോദങ്ങളിലൊന്നായ പൂന്തോട്ട പരിപാലനത്തിലാണ്. സംസ്ഥാനത്തെ മുൻ മന്ത്രി എൻ ശ്രീനിവാസന്റെ പുത്രിയും ആധുനിക കയർ വിപണന രംഗത്തെ അനിവാര്യ സാന്നിധ്യവുമായ ബെറ്റി ഒരുപക്ഷെ ഏറ്റവുമധികം ലോകസഞ്ചാരം നടത്തിയ കേരളീയ വനിത കൂടിയാണ്. ഭൂപടത്തിലെ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും ഓരോ മണ്ണിലെയും കൗതുക വസ്തുക്കൾ കരുതുകയും ചെയ്യുന്ന ബെറ്റി ഭർത്താവ് രവി കരുണാകരന്റെ വേർപാടിനെ തുടർന്നാണ് നാട്ടുകാർക്കും സഞ്ചാരികൾക്കും വേണ്ടി ഈ ഒരു വ്യത്യസ്ത മ്യൂസിയം എന്ന ആശയം കൊണ്ടുവന്നത്. ആ കഥ നമ്മോട് ബെറ്റി പങ്കുവയ്ക്കുകയും ചെയ്തു. മാഡം നമസ്കാരം. മാഡം, ഞങ്ങളിന്ന് അത്ഭുതകരമായ കാഴ്ചയാണ് ഈ മ്യൂസിയത്തിൽ കണ്ടത്. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവങ്ങളായ ധാരാളം ശില്പങ്ങൾ, പെയിൻറ്റിങ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ തനത് ശൈലി വിളിച്ചു പറയുന്ന പെയിൻറ്റിങ്സ് എല്ലാം ഇവിടെയുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മ്യൂസിയം തുടങ്ങാനുള്ള പ്രചോദനം മാഡത്തിനുണ്ടായത്? ഞാനും എൻ്റെ ഹസ്ബൻഡും ധാരാളം യാത്ര ചെയ്യുമായിരുന്നു. പണ്ടും ചെയ്യും, ഞാനിപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ എന്തെങ്കിലും നല്ലത് നമ്മുടെ വിത്തിൻ അവർ ലിമിറ്റ്സ് മേടിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ മേടിക്കും. ബിക്കോസ് വി ആർ ബേസിക്കലി ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയുടെ തന്നെ 3 ജനറേഷൻ്റെ കളക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി എന്താ ചെയ്യുക, ലെറ്റ് അറ്റ്ലീസ്റ്റ് ദ പബ്ലിക് സീറ്റ് എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി മെയിൻലി. മാഡം ഇപ്പോൾ പറഞ്ഞു 3 തലമുറയുടെ സമ്പാദ്യമാണ് ഇതെന്ന് പറഞ്ഞു. അവരെന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് വിദേശത്തുള്ളവരായിരുന്നു? എങ്ങനെയായിരുന്നു മാഡം? എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് ഫാദർ, അദ്ദേഹമാണ് ദ ഫസ്റ്റ് മാൻ ടു സ്റ്റാർട്ട് ക്വയർ എക്സ്പോർട്ട്, മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ട്. അതിന് മുമ്പ് ഇതൊക്കെ ഫോറിനേഴ്സിൻ്റെ കയ്യിലായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഫാദേഴ്സ് ഫാദർ ആണ് ആദ്യത്തെ ഫാക്ടറി കൊല്ലം പരവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇട്ടിട്ട് തുടങ്ങിയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ, ദാറ്റ് ഈസ് മൈ ഫാദർ ഇൻ ലോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ 1915 ഇംഗ്ലണ്ടിൽ പോയിട്ടാണ് പഠിച്ചത്. ഗ്രാജുവേറ്റ് ചെയ്തത് അന്നത്തെ കാലത്ത്. അന്ന് നമ്മുടെ നാട്ടിൽ നല്ല സ്കൂൾസ് പോലും, പ്രൈമറി എഡ്യൂക്കേഷൻ പോലും ഇല്ലാത്തൊരു കാലമാണ്. അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും, ബട്ട് നത്തിങ് മച്ച് ഫർദർ ദാൻ ദാറ്റ്. അന്ന് ഇംഗ്ലണ്ടിൽ പോയി. ഹി ഗ്രാജുവേറ്റഡ് ഫ്രം ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഇംഗ്ലണ്ടിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 കൊല്ലം കഴിഞ്ഞ് ഹി വെൻ ടു ഇൻ ബിറ്റ്വീൻ നാട്ടിൽ വന്നു. ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റിയിൽ പോയി, ജർമ്മനിയിൽ. അവിടുന്ന് ഹി ടുക്ക് ഹിസ് മാസ്റ്റേഴ്സ് ഇൻ ഇക്കണോമിക്സ്. അപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ മദർ ഇൻ ലോ, ദാറ്റ് ഈസ് മൈ ഹസ്ബൻഡ്സ് മദർ, ജർമ്മൻ ലേഡി, കണ്ടു. അവരിഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു, മാരി ചെയ്തു, വന്നു. അപ്പോൾ ദ മാരേജ് വാസ് കണ്ടക്റ്റഡ് ഇൻ ശിവഗിരി. ശ്രീനാരായണ ഗുരു കണ്ടക്ട് ചെയ്ത ഒരേ ഒരു കല്യാണം ഇതാണ്. അദ്ദേഹം കൈകൊണ്ട് താലിയെടുത്ത് കൊടുത്ത് ചെയ്ത കല്യാണം. ഇപ്പോൾ ഭർത്താവിൻ്റെ കാര്യങ്ങളാണ് മാഡം പറഞ്ഞത്. അതുപോലെ തന്നെ മാഡത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒക്കെ ഒന്ന് പറയാമോ? എൻ്റെ അച്ഛൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു, ജുഡീഷ്യറി. അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തത് 60s. അത് കഴിഞ്ഞിട്ട് സംഭവം ഹി ഗോട്ട് ഇൻവോൾവ് ഇൻ പോളിറ്റിക്സ് ബൈ ചാൻസ്. ദെൻ ഹി എൻഡഡ് അപ്പ് ആസ് എ മിനിസ്റ്റർ. ഹി പാസ്ഡ് അവേ ഇൻ 1988. ദെൻ ഇതെനിക്ക് ഇൻഹെറിൻ്റ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയതാണോ ഈ യാത്ര? 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അന്ന് തൊട്ട് യാത്രയാണ്. കാരണം ലോകത്തിലെ ഒരുപാട് വസ്തുക്കൾ ഈ മ്യൂസിയത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് മാഡത്തിനായിരുന്നോ ഹസ്ബൻഡിനായിരുന്നു? എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് സമയം ഉണ്ടായില്ല. ഹി വാസ് മോർ ഇൻ ടു ഹിസ് വർക്ക്. എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാനും ഇൻവോൾവ് ആയിരുന്നു ടു സം എക്സ്റ്റെൻറ്റ്. പക്ഷേ എനിക്ക് മെയിൻ ഇൻട്രസ്റ്റ് തോട്ടം, ഇങ്ങനെ സാധനങ്ങൾ, ആർട്ടിസ്റ്റിക് സാധനങ്ങൾ. ഇപ്പോഴും ജുവലറിയോടൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഉണ്ട് ധാരാളം, ആവശ്യം വന്നാൽ ഇടും. ഒരു സ്പെഷ്യൽ ഇവിടെ വീട്ടിലൊന്നും ഒന്നും ഇട്ട് നിൽക്കുന്ന പതിവ് കൂടി ഇല്ല. മാഡം, ഈ മ്യൂസിയത്തിൽ അപൂർവമായ ഒരു വസ്തു ഞങ്ങൾ കണ്ടു. 13ാമത്തെ വയസ്സിൽ
മാഡം സ്വന്തമാക്കിയ ഒരു അപൂർവമായ ഒരു ശില്പം. ഈ ഒരു താല്പര്യം എങ്ങനെ തോന്നി? അത് എവിടെ നിന്നാണ് സ്വന്തമാക്കിയത്? ഞാൻ മദ്രാസിൽ നിന്ന് വാങ്ങിയതാ പഠിക്കാൻ പോയപ്പോൾ. ഐ ഡിഡ് മൈ യൂണിവേഴ്സിറ്റി ഇൻ മദ്രാസ്. അവിടെ ചെന്നപ്പോൾ ഇറ്റ് വാസ് ഓൺലി 7 or 8 rupees. അന്ന് എനിക്ക് 7-8 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്. ആകെ 50 രൂപയാണ് പോക്കറ്റ് മണി കിട്ടുന്നത്. അതിൽ 7-8 രൂപ ചിലവാക്കെന്ന് പറഞ്ഞാൽ വളരെ ആലോചിച്ചിട്ടൊക്കെ മേടിച്ചതാ. സോ ഐ ഹാവ് എ ലോട്ട് ഓഫ് സെൻറ്റിമെൻ്റൽ വാല്യൂ ഫോർ ദാറ്റ്. അങ്ങനെ 13-ാം വയസ്സിൽ തുടങ്ങിയ ഈ ശേഖരണ ഹോബി കേരളത്തിലെ തന്നെ വൻ കൗതുക ശേഖരമായി ഇന്നു മാറിയിരിക്കുന്നു. ഇതാണ് ബെറ്റി ആദ്യം വാങ്ങിയ കൗതുക ഭരണി. അങ്ങനെ നിരവധി വസ്തുക്കളാണിവിടെ. ഫ്രാൻസിൽ രൂപകൽപ്പന ചെയ്ത ചുവർമേശകളിൽ അലങ്കരിച്ചു വച്ചിരിക്കുന്ന വിവിധ രൂപങ്ങൾ. ഓരോ രാജ്യങ്ങളിലെയും കണ്ണാടികൾ. പേർഷ്യൻ രാജ്യങ്ങളിലെ പ്രസിദ്ധമായ കൊത്തുപണികളുള്ള അലങ്കാര ഭരണികൾ, അങ്ങനെ പലതും. ക്രിസ്റ്റലുകളുടെ അപൂർവ ശേഖരമാണ് ഈ മ്യൂസിയത്തിന് കമനീയത പകരുന്നത്. ക്രിസ്റ്റലിലും ഗ്ലാസിലും തീർത്ത വിവിധ രൂപങ്ങൾ. പക്ഷികളുടെയും മൃഗങ്ങളുടെയും മാതൃകകൾ. അങ്ങനെ നീളുന്നു ക്രിസ്റ്റൽ ഭംഗി. ലോകത്ത് അപൂർവമായുള്ള പല നിർമ്മിതികളും നമുക്കിവിടെ കാണാം. അതിലൊന്നാണ് ഇസ്രയേലി ശില്പി സാം ഫിലിപ്പിന്റെ മഡോണ ആൻഡ് ബേബി ജീസസ്. ലോകത്ത് 7 എണ്ണം മാത്രമേ നിലവിലുള്ളൂ. അതിലൊന്നാണ് ഈ കാണുന്നത്. ഇസ്രയേലിയിലെ ജൂതപ്പള്ളികളിൽ വാദനം നടത്തുന്ന ഫോഷോയാണിത്. അതും ഇന്ന് ലോകത്തിൽ അപൂർവമായി തീർന്നിരിക്കുന്നു. വിവിധ തരത്തിലുള്ള വീഞ്ഞുകുപ്പികളുടെ അപൂർവ ശേഖരവും നമുക്ക് കാണാം. പല രൂപത്തിലും ഭാവത്തിലും നിറത്തിലുമുള്ളവ. KLM റോയൽ ഡച്ചിലെ എക്സിക്യൂട്ടീവ് യാത്രക്കാർക്ക് നൽകുന്ന ഹോളണ്ട് മന്ദിര സമുച്ചയങ്ങളുടെ മാതൃകയിലുള്ള ബോട്ടിലുകളാണ് ഇവ. ലോകത്ത് അപൂർവമായി തന്നെയുള്ള മായൻ കലണ്ടറാണിത്. ക്രിസ്തുവിന് മുമ്പ് പ്രചാരത്തിലിരുന്ന ഈ കലണ്ടർ വഴി ലോകാവസാനം വരെയുള്ള ദിനങ്ങൾ കണ്ടെത്താമെന്നാണ് വാദം. രണ്ടാമത്തെ നിരയിലെ വലതു ഭാഗത്താണ് കേരളീയ വാസ്തുമഹിമയുടെയും പൗരാണിക തച്ചുമഹിമയുടെയും പ്രതിബിംബങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത്.
കട്ടിലുകൾ തന്നെ നിരവധിയുണ്ട്. വെഞ്ചാമര കട്ടിൽ മുതൽ ചന്ദന കിടക്ക വരെ. കാൽപ്പട്ടികളുടെ അപൂർവ ശേഖരവും നമുക്ക് കാണാം. മാത്രമല്ല, കേരളീയ പ്രാചീന ചുവർ ചിത്ര ശേഖരവും നമുക്ക് ഇവിടെ കണ്ടെത്താം. ഇത് ശിവതാണ്ഡവത്തിന്റെ വ്യത്യസ്ത രൂപമാണ്. വെള്ളിയിൽ തീർത്ത വിവിധ പാനപാത്രങ്ങൾ ആരെയും മോഹിപ്പിക്കും വിധം അച്ചടക്കത്തോടെ അടുക്കി വച്ചിരിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത യാത്രകളിലൂടെ ശേഖരിച്ചതാണ് ഇവയെല്ലാം. യാത്രകൾ ആവശ്യവും അനിവാര്യവും ആഗ്രഹവുമായി തീർന്നപ്പോൾ രവിയും ബെറ്റിയും ശേഖരിച്ച വിലമതിക്കാനാവാത്ത കൗതുക ശേഖരമാണ് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നാം. പക്ഷേ ബെറ്റി ഇക്കാര്യങ്ങൾ അടിവരയിടുകയാണ്. മേഡം, വിശാലമായ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടും ഒരുപക്ഷെ നമുക്ക് തോന്നുന്നത് ഇത് സൂക്ഷിക്കാനുള്ള സ്ഥലം പോരാ എന്നാണ്. അപ്പോൾ ഈ മ്യൂസിയം ഉണ്ടാകുന്നതിന് മുമ്പ് ഇത്രയും വസ്തുക്കൾ എവിടെയാണ് സൂക്ഷിച്ചിരുന്നത്? ഞങ്ങൾക്ക് പല വീടുകളുണ്ട് കേരളത്തിൽ തന്നെ. നാഗർകോവിലുണ്ട് വീട്, പക്ഷേ ഗസ്റ്റ് ഹൗസ് ഉണ്ട് ആലപ്പിയിൽ തന്നെ, എറണാകുളത്തുണ്ട്, പിന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഈ വീട് തന്നെ വളരെ സ്പ്രെഡ് ഔട്ടാണ്. ഇറ്റ്സ് അബൌട്ട് 16,000 ഫീറ്റ്. 85 കൊല്ലം പഴയ വീടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ പല 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 വീടുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി മാത്രമാണോ ഇത് ഒരു കുടക്കീഴിൽ ഒരു മ്യൂസിയത്തിൻ്റെ ഭിത്തിക്കുള്ളിൽ ഒതുക്കിയത് അല്ലെങ്കിൽ കൊണ്ടുവന്നത്? അതെ, മ്യൂസിയം വന്നപ്പോൾ ഇത് ഒക്കെ മോസ്റ്റ്ലി. ഇപ്പോഴും ധാരാളം സാധനങ്ങൾ ഈ വീട്ടിലുണ്ട്. മ്യൂസിയത്തിൽ സ്ഥലമില്ല. നിങ്ങൾ കണ്ടല്ലോ, ഇറ്റ്സ് ഓൾറെഡി, ഐ ഡോണ്ട് ലൈക്ക് ടു മേക്ക് ഇറ്റ് ടു ക്രൗഡഡ്. അതുപോലെ ആലപ്പുഴയുടെ ഹൃദയഭാഗമാണ് ഇത് എന്നറിയാം. അപ്പോൾ ഇവിടെ ഈ മ്യൂസിയം സ്ഥാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഈ സ്ഥലം നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ടാണോ, അതോ ഈ മ്യൂസിയത്തിന് അനുയോജ്യമായ പ്രദേശം ഇതാണ് എന്ന് കണ്ടെത്തി പിന്നീട് അത് സെറ്റ് ചെയ്തതാണ്? കെട്ടിടം പണി കഴിപ്പിച്ചു. ലാൻഡ് ഉണ്ടായിരുന്നു, അത് ഈ വീടിൻ്റെ തന്നെ ഭാഗമായിരുന്നു. ഈ വീട് ഞാൻ പറഞ്ഞില്ലേ 85 കൊല്ലമായി ഇന്ന്. ഇപ്പോൾ ഏതാണ്ട് ആ സമയത്ത് തന്നെ മേടിച്ച സ്ഥലമായിരിക്കും. എൻ്റെ ഫാദറിലയുടെ കാലം തൊട്ടേ ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും മനോഹരമായ ഒരു മ്യൂസിയമാക്കി മാറ്റിയത്, അതിൻ്റെ ഡിസൈനിങ്, ഈ പ്രോജക്റ്റ്, അതൊക്കെ ആരുടെ ഐഡിയ? ഒരു ആർക്കിടെക്റ്റ് ലാലിച്ചൻ. അപ്പോൾ അന്ന് തൊട്ട് അദ്ദേഹമാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. ഐ ഗേവ് ഹിം എ സോർട്ട് ഓഫ് വാട്ട് ഐ ഹാവ് ഇൻ മൈ മൈൻഡ്. എൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞു, ആ പില്ലേഴ്സൊക്കെ എനിക്ക് അങ്ങനെ വേണം എന്ന് പറഞ്ഞു, അങ്ങനെ കേർവ് ഡിസൈൻ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ മാതിരിയൊക്കെ വരച്ചുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒന്നിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. പഠിക്കുമ്പോൾ മുതൽ തന്നെ യാത്ര ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചിരുന്നു എന്നറിയാം. പിന്നീട് വിവാഹശേഷം ഒരുപാട് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനൊരു പ്രചോദനം എന്തായിരുന്നു? യാത്ര ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അത് ഏതൊക്കെയാണ്? ഒരുപാട്. ഞാൻ പോകാത്ത സ്ഥലങ്ങളാണ് ചുരുക്കം. പിന്നെ കീപ് ഗോയിങ് ടു ദ സെയിം പ്ലേസസ് എപ്പോഴും, ഈ ബിസിനസ് കാര്യമായിട്ടും. പിന്നെ എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങളാണെങ്കിലും ചിലപ്പോൾ 2-3 പ്രാവശ്യം ഒരാണ്ടി പോയി എന്ന് വരും. ഇപ്പോൾ വെനീസ് ഫോർ ഇൻസ്റ്റൻസ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾക്ക് അവിടെ ബിസിനസ് കണക്ഷൻസും ഉണ്ട്. ഒരാണ്ടി ഒരു 3 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് അവിടെ പോകും. റോം എനിക്ക് വളരെ ഇഷ്ടമുള്ള വേറൊരു സ്ഥലമാണ്. ടർക്കി, ഇസ്താംബുൾ, പിന്നെ ലണ്ടൻ, പാരീസ്, അവിടെയൊക്കെ എപ്പോഴും പോകും. അത് കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ, പിന്നെ അമേരിക്ക അറ്റ്ലീസ്റ്റ് 1 or 2 a year. അപ്പോൾ അടുത്ത മാസം ഞാൻ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള കൗതുകവും അമൂല്യവുമായ വസ്തുക്കളാണ് നാം ഇവിടെ കാണുന്നത്. ചിത്രങ്ങൾക്കും പെയിന്റിങ്ങുകൾക്കും മാത്രം പ്രത്യേക വിഭാഗവുമുണ്ട്. ഓരോ രാജ്യത്തെയും നാണയത്തൊട്ടുകളും കൃത്യതയോടെ അടുക്കി വച്ചിരിക്കുന്നു. ഇതിൽ സ്വർണ്ണ നാണയവും പൗരാണിക കാലത്ത് ഉപയോഗിച്ചിരുന്ന പല രൂപത്തിലുമുള്ള തുട്ടുകളുമുണ്ട്. ഫർണിച്ചറുകളാണ് മറ്റൊരു ആകർഷണം. ഇതും ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ശേഖരിച്ചവയാണ്. രവി കരുണാകരൻ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതും അതിഥികളെ സൽക്കരിച്ചിരുന്നതുമായ ഫർണിച്ചറുകളും ഇവയിലുണ്ട്.
കയർ മേഖലയിലെ കണ്ടുപിടുത്തങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഉൽപ്പന്ന വിപണനത്തിനും രവി കരുണാകരൻ നടത്തിയ വിജയകരമായ ശ്രമങ്ങൾക്ക് ലോകം നൽകിയ പുരസ്കാരങ്ങളും ബഹുമതികളും ഫലകങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. രവി സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയ ബ്രിട്ടനിലെ സറേ, സ്വിറ്റ്സർലാൻഡിലെ ലൂസേൻ, MBA ബിരുദം നേടിയ അമേരിക്കയിലെ ബേസൻ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്മാരക ചിത്രങ്ങളും വസ്തുക്കളും ശേഖരത്തിലുണ്ട്. ഒപ്പം വിവിധ ഫോട്ടോകളും. ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ കാണുന്ന ഈ രൂപങ്ങളെല്ലാം രവിയും ബെറ്റിയും ഓരോ യാത്രയിലും കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങി ശേഖരിച്ചതാണ്. മാഡം, പലതും നമ്മൾ ഈ മ്യൂസിയത്തിൽ കണ്ട പലതും മാഡം യാത്രയിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്നതാണ്, നമുക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറയാം. അതുപോലെ ഒരുപക്ഷെ ധാരാളം വ്യക്തികളെയും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവമോ അല്ലെങ്കിൽ സന്ദർശിച്ചിട്ടുള്ള സ്ഥലമോ അതൊക്കെ ഒന്ന് പറയാമോ? ശ്രീലങ്കയിലെ ചന്ദ്രിക കുമാരതുംഗ എൻ്റെ വലിയൊരു പേഴ്സണൽ ഫ്രണ്ടാണ്. അവരിവിടെ ഒന്ന് താമസിക്കുകയും ചെയ്തു. ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ കൂടെ താമസിക്കും. ഒരു 2 ദിവസമെങ്കിലും. ഹോട്ടലിലാണ് സാധാരണ താമസം. പിന്നെ പല ഫോറിനേഴ്സ് ഇവിടെ വരും, ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കും. അപ്പോൾ അവരൊക്കെ ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ അവർക്കറിയാം എൻ്റെ ടേസ്റ്റ്. ഒന്നീ പോർസ്ലെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്റ്റലായിരിക്കും, അങ്ങനെ. പിന്നെ എൻ്റെ സെക്കൻഡ് മദറിൻലോ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഹസ്ബൻഡിന് 10 വയസ്സുള്ളപ്പോൾ ഷി വാസ് ഓൺലി 39 when she died, ദ ജർമ്മൻ ലേഡി. ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ മൈ ഫാദറിൻലോ വാസ് അറൗണ്ട് 50 അറ്റ് ദാറ്റ് ടൈം, 51. അപ്പോൾ അദ്ദേഹം 2ാമത് കല്യാണം കഴിച്ചു ടു എ ഡച്ച് ലേഡി. അവർക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് സാധനങ്ങൾ എനിക്ക് മേടിച്ച് തരുമായിരുന്നു. ഷീ ഹെർസെൽഫ് വാസ് എൻ ആർട്ട് ലവർ. മരിച്ചുപോയി, ഇപ്പോൾ ഇല്ല. ബട്ട് അബൌട്ട് 50 years ago അത്ര അധികം പേര് യാത്ര ചെയ്യാത്തൊരു കാലമുണ്ടല്ലോ. പോയിട്ട് വരുമ്പം നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും ബോംബെയിൽ നിന്നുള്ളവരാണെങ്കിലും ഈവൻ മദ്രാസ് ഓർ ഈവൻ കേരള, അവരധികം കൊണ്ടുവരുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സോ ജുവലറിയോ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഞാൻ ഒന്നും കൊണ്ടുവരാറില്ല. ഞാൻ കൊണ്ടുവരുന്ന മുഴുവൻ ആർട്ടിൻ്റെ ഐറ്റംസ്. ആ കലാരൂപങ്ങളും കൗതുക വസ്തുക്കളുമാണ് ഇന്ന് ഈ നാടിനും മ്യൂസിയത്തിനും കമനീയത ഒരുക്കുന്നത്. ആ ലോകസഞ്ചാരത്തിന്റെ കൂടി പ്രതീകമായി. പ്രദർശനശാലയുടെ പ്രധാന ഭാഗത്ത് ഒരു ഭൂപടം വരച്ചു വച്ചിട്ടുണ്ട്. ലോകത്തെ കേരളം എങ്ങനെ കാണുന്നു എന്ന ആശയമാണ് ഇവിടെ ദ്യോതിപ്പിക്കുന്നത്. സുരേഷ് മുതുകുളം എന്ന ചിത്രകാരൻ ഇവിടെ വന്നിരുന്ന് ദിവസങ്ങളെടുത്ത് വരച്ച ചിത്രമാണിത്. അങ്ങനെ കൗതുകവും കമനീയമായ ദൃശ്യങ്ങൾ ഓരോ കാഴ്ചക്കാരനും പ്രത്യേക അനുഭൂതി തന്നെയാണ് പകരുന്നത്. അതുതന്നെയാണ് സഞ്ചാരികൾ പറയുന്നതും. I am really impressed by the museum because I've never seen such a huge collection of so beautiful pieces, especially the Swarovski that are really impressive, and dome, and everything is so beautiful that I've never seen such so many beautiful pieces in a museum. It's really beautiful. And I encourage everybody to come to see this museum because it's really, really worth. അങ്ങനെ ബെറ്റി സ്വന്തം പ്രിയതമന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഈ സഞ്ചാരികളുടെ സന്തോഷവും ആശ്ചര്യവും സമർപ്പിക്കുകയാണ്. കൂടുതൽ കൂടുതൽ പേർ ഈ കൗതുക വസ്തുക്കൾ കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ കൃതാർത്ഥയാവുകയാണ് ബെറ്റി. ഒപ്പം രവി കരുണാകരന്റെ ആത്മാവും.